മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം? ഒരുപാട് ആളുകൾ എല്ലായ്പ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ഒരു സംഭവമാണ്. മാത്സ് ഒരുപാട് ആളുകൾക്ക് പ്രശ്നമാണ്. ഫോളോ ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇനി കാൽക്കുലേഷൻ ചെയ്താൽ പോലും അതിൽ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ സ്റ്റക്കായി പോകുന്നു. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളാണ് ഒരുപാട് ആളുകൾക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെയുള്ള എന്ത് കാര്യമായിക്കോട്ടെ, ഇതിലെല്ലാത്തിനെയും ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. അതിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഏത് കാൽക്കുലേഷൻസ് ആയിട്ട് ചെയ്യാം. ഏത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിൻ്റെ സ്റ്റെപ്പുകളും തെറ്റാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി മാക്സിമം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എൻ്റെ വരെ കണ്ട് നിൽക്കുക. അപ്പോൾ ഇതിൽ പറയുന്ന ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? അതിലുള്ള എല്ലാ സൈഡും, വെറുതെ ടോപ്പിക്കിൻ്റെ പേര് അറിയുമോ എന്നുള്ളതല്ല, എല്ലാ സൈഡും നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. സോ അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്പർ സിസ്റ്റം നമ്മുടെ മാത്സിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതെല്ലാവർക്കും പറയുന്നത് വിചാരിക്കും നാച്ചുറൽ നമ്പേഴ്സില്ല, അത് നമുക്കറിയാം. ഹോൾ നമ്പേഴ്സില്ല, അതിപ്പോൾ സിമ്പിളല്ലേ ഇത് വിചാരിക്കും. പക്ഷേ ഇത് ഒരുപാട് ആളുകൾക്ക് ഈ സംഭവം അണ്ടർസ്റ്റാൻഡിങ്, പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അതിലില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്പർ കാണുമ്പോൾ അത് ഇറാഷണൽ ആണോ റാഷണൽ ആണോ ഒന്നും മനസ്സിലാവില്ല. ആ ഒരു പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ്. സോ കൃത്യമായിട്ട് നമ്പർ സിസ്റ്റം ഏതൊക്കെയാണ് എന്നൊരു ഐഡിയ വേണം. ഇനി ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ വരുന്ന വേറെ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻസ്, പിന്നെ മറ്റൊന്നാണ് ഡെസിമൽസ്. ഓക്കെ, വേറെ ഒന്നാണ് ഇറാഷണൽ നമ്പേഴ്സ്. പിന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിജേഴ്സ്. ഇവരൊക്കെ എന്താണ്? ഈ ഇൻഡിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇവരൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സും അല്ലാത്ത വേറെയും കാറ്റഗറീസ് ആണ്. ഇവർ തമ്മിലുള്ള ഓപ്പറേഷൻസ്, ഇവർ തമ്മിൽ ഞാൻ A എന്ന് കൊടുക്കാം. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ 4 ഓപ്പറേഷൻസ് ഇവർ ഓരോന്നിലും എങ്ങനെയാണ് വരിക എന്നുള്ള കൃത്യമായ ഐഡിയ വേണം. ഇപ്പോഴും ചില ആളുകൾ ആലോചിക്കുന്നുണ്ടാവും ഇൻഡിജേഴ്സൊക്കെ ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ. പക്ഷേ ഇതിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. നെഗറ്റീവ് വരുന്ന കേസുകൾ, പോസിറ്റീവ് വരുന്ന കേസ്, 2 നമ്പറും നെഗറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ 2 നെഗറ്റീവായി വരുന്ന കേസുകൾ, ഇതിൽ തന്നെ നമ്മുടെ ഡെസിമൽസും ഫ്രാക്ഷൻസും മിക്സ് ആയി വരുന്ന കേസുകൾ, ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഈ കേസുകൾ ഇപ്പോഴും ഒരുപാട് ആൾക്ക് പ്രശ്നമാണ്. ഒരു ഇക്വേഷൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലോട്ട് ഒരു നമ്പർ കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ആകുന്നത്, മൈനസ് ആകുന്നത്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ആവുന്നത് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും. അപ്പോൾ അത് ക്ലിയർ ആവണമെങ്കിൽ ഈ ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഇത്രയും ആളുകളിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യണം? നമുക്ക് വേണം. അതില്ലാത്തടത്തോളം കാലം നമുക്ക് അതെന്തായിരിക്കും? പ്രശ്നം തന്നെയായിരിക്കും കാൽക്കുലേഷൻസ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ആണ്. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ആൻഡ് പവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്വയർ, ക്യൂബ്, അതുപോലെ വലിയ വലിയ പവറുകൾ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഈ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ഒക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ ഈ ഒരുപാട് റൂളുകളുണ്ട്. എക്സ്പോണൻസും പവേഴ്സിൻ്റെയൊക്കെ ഒരുപാട് റൂളുകളുണ്ട്. ഈ റൂളുകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് നമ്മൾ പോകേണ്ടി വരും. ഈ റൂൾസ് അറിയുന്ന ഒരാൾക്ക് ടപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിക്കൊണ്ട് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊന്ന് റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതും കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2+3 എന്ന് പറഞ്ഞാലും 3+2 എന്ന് പറഞ്ഞാലും സെയിം ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡീഷൻ്റെ സംഭവമാണ്. ഇതേ സംഭവം നെഗറ്റീവ് നമ്പേഴ്സ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? പോസിറ്റീവ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ, ഡെസിമൽസ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് തിരിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 3 ആളുകൾ വരുന്ന സമയത്ത് ആര് തമ്മിൽ ആദ്യം ചെയ്യണം? ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതാണ് ആക്ച്വലി പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് HCF ആൻഡ് LCM. ഇത് പല ആളുകളും സ്കൂളിൽ മര്യാദക്ക് പഠിക്കാതെ വരുന്ന ഒരു ടോപ്പിക്. HCF ആൻഡ് LCM എന്താ സംഭവിക്കുക? ഇത് ഭയങ്കര എന്തോ സാധനമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇത് പഠിക്കില്ല. എന്നിട്ടോ നമ്മൾ ഹൈസ്കൂളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫ്രാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ പറയും നിങ്ങൾക്ക് ഇത് HCF എടുത്ത് ചെയ്യാം, LCM എടുത്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയും. എന്താ HCF, എന്താ LCM നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇത് വളരെ സിമ്പിൾ ലോജിക്കാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും HCFും LCMും വെച്ചുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. HCF എന്താണ്, LCM എന്താണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ് റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ്. ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഫ്രാക്ഷൻസും ഈ റേഷ്യോയും പെർസെൻറ്റേജും ഇവരൊക്കെ തമ്മിലൊരു റിലേഷൻ ഉണ്ട്.
എല്ലാവരും ഒരൊറ്റ സംഭവമാണ്. അത് നമുക്ക് ആ ഒരു സ്ട്രക്ചറായിട്ടാണ് മനസ്സിലാക്കുകയാണെങ്കിൽ റേഷ്യോ എന്താണ്, പെർസെൻറ്റേജ് എന്താണ്, ഫ്രാക്ഷൻ എന്താണ് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒട്ടുമിക്ക എക്സാമുകളിലും കാണുന്നുണ്ടാവും, പെർസെൻറ്റേജ് കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അത് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ. അടുത്താണ് ഓൾജിബ്ര. ഓൾജിബ്രയിലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കണം. എന്നിട്ടേ നിങ്ങൾക്ക് അതിനെ മുകളിലോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. 8th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ ഉണ്ട്. 9th എത്തുമ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഉണ്ട്, പോളിനോമിയൽസ് ഉണ്ട്. 10th എത്തുകയാണെങ്കിൽ പോളിനോമിയൽസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഉണ്ട്. ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ബേസ് കിട്ടണമെങ്കിൽ, ഇതെല്ലാം പഠിക്കാൻ പറ്റണമെങ്കിൽ ഓൾജിബ്രയുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അറിയണം. അതറിയാത്ത ഒരാൾ സ്വാഭാവികമായിട്ടും സ്ട്രഗിൾ ചെയ്യും. ഈ എക്സ് എവിടുന്ന വരുന്നത്, വൈ എവിടുന്ന വരുന്നത്, എന്തിനാ എക്സ് കൊടുക്കുന്നത്, എക്സ് എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറിയാത്ത ഒരാൾക്ക് എക്സും വൈ സെഡ് ഒക്കെ കൊടുക്കുന്നത്, പ്രശ്നമാണ്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എക്സിൽ വരുന്ന ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പക്ഷേ അത് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബേസിക് ജോമെട്രി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിലുള്ള ഡിഫറെൻറ്റ് ഷേപ്പുകൾ, ട്രയാങ്കിള്, നമ്മുടെ റെക്റ്റാങ്കിൾസ്, പാരലോഗ്രാം, റോംബസ്, ട്രിപ്പീസിയം, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഇങ്ങനെ കുറേ ഷേപ്പുകൾ ഉണ്ടല്ലോ. ഈ ഷേപ്പുകളെ കുറിച്ച് നമുക്കൊരു ബേസ്. ഈ 11 ടോപ്പിക്സ് നിങ്ങൾ എക്സ്പേർട്ട് ആണ്, നിങ്ങൾക്ക് ഇതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിൽ ബാക്കി അങ്ങോട്ട് 8th സ്റ്റാൻഡേർഡ് മുതൽ അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. കാൽക്കുലേഷൻസ് സിമ്പിൾ ആയിരിക്കും. ഇത് സാധാരണ എന്താ സംഭവിക്കുക അറിയാം, നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിൽ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാൽക്കുലേഷൻ ചെയ്യും, ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ സാറേ ഈ സ്റ്റെപ്പിൽ ഈ സംഭവം അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ ഈ നമ്പർ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി, എന്തുകൊണ്ട് ഇത് ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലാവുക? ഇതാണ് ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരു സംഭവം. മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല, ഈ ബേസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഈ ടോപ്പിക്സ് പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡൗട്ടുകൾ വരുന്നത്. അപ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ, ഈ ബേസിക്സ് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് 8th 9th 10th നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്. അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഈ പണ്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളൊരു അഡീഷണൽ ഈ കാര്യങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ഓണം വെക്കേഷനോ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത്, അത് ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് പറ്റുന്നോ അത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പഠിക്കുക. പക്ഷേ ഇതെല്ലാം 6th 7th 8th പല സ്ഥലങ്ങളിലും പല ചാപ്റ്റേഴ്സിലായിട്ട് കിടക്കുന്ന ടോപ്പിക്സ് ആണ്. ഇതെല്ലാം കൂടി എടുത്തിട്ട് പഠിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇത് പല സ്ഥലങ്ങളിലും ടെക്സ്റ്റ് ബുക്കുകളിൽ പല സ്ഥലത്താണ്. സോ ഇതെല്ലാം കൂടി എടുത്തിട്ട് സമ്മറൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ ദാറ്റ്സ് വൈ വി ഇൻട്രൊഡ്യൂസ്ഡ് ബേസിക് മാത്ത് കോഴ്സ്. ഈ ബേസിക് മാത്ത് കോഴ്സിൽ ഈ കംപ്ലീറ്റ് കോൺസെപ്റ്റ്, ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ 11 കോൺസെപ്റ്റും സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലും 5 to 10 മിനിറ്റ്സ് വരുന്ന വീഡിയോസ്, ഓരോ വീഡിയോസ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ്, അതിനും അഡീഷണൽ ആയിക്കൊണ്ട് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചുകൊണ്ട് അറൗണ്ട് 1000+ ക്വസ്റ്റ്യൻസും വീഡിയോ ക്ലാസ്സസും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ബേസിക് മാത്ത് കോഴ്സ്. കാരണം നിങ്ങളിത് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് തപ്പേണ്ട ഒരു ആവശ്യമില്ല. ഈ ടോപ്പിക്കുകൾ ഏറ്റവും സമ്മറൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ക്രിസ്പ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് മാത്ത് കോഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കോഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും ബേസിക് മാത്ത് കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്നുള്ളത്. കാരണം സ്റ്റുഡൻസ് പല ആളുകൾക്കും കോവിഡ് കാരണവും മറ്റു പല ഇഷ്യൂസ് കാരണവും ഈ ടോപ്പിക്സിലൊന്നും ഒരു ഐഡിയ ഇല്ല. സോ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു. ആ സ്ട്രഗിൾ നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിക്കണം. പക്ഷേ പഠിക്കണമെങ്കിൽ വീണ്ടും 7th 6th 8th പോയിട്ട് അവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളത് ടൈം ഉണ്ടാവില്ല. സോ ദാറ്റ്സ് വൈ നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു സമ്മറൈസ്ഡ് കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി താഴെ സ്ക്രോളിങ്ങിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ കാണാൻ പറ്റും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞുതരും എങ്ങനെ ഈ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യാം എന്നുള്ളതും ഇത് എങ്ങനെ ക്ലാസ്സുകൾ കാണാം എന്നുള്ളതും അവർ പറഞ്ഞുതരും. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഈ ക്ലാസ്സുകൾ കാണാം എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അല്ലാതെ നിങ്ങൾക്കൊരു ഇന്ന സമയത്ത് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് രാവിലെയോ രാത്രിയോ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റും. സോ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഈ ഒരു ബേസിക് മാത്ത് കോഴ്സിൽ കയറിയിട്ട് ഈ കോൺസെപ്റ്റിൽ എക്സ്പേർട്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ സ്മൂത്ത് ആയിക്കൊണ്ട് ഈസി ആയിക്കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളത് 100%. സോ ജോയിൻ ഫാസ്റ്റ്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.